എന്നാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് ഹമാസ് പ്രഖ്യാപിച്ചതോടെ ഇസ്രയേലിന് നേരെ ആക്രമണം തന്നെയാണ് എന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ്. ഹൂതി, ഹിസ്ബുള്ള, ഹമാസ് സംഘങ്ങളെയെല്ലാം ചേർത്ത് ഒരു വലിയ സൈന്യമാക്കി ഇസ്രയേലിന് നേരെ ആക്രമണം നടത്താനാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ലക്ഷ്യം വയ്ക്കുന്നത്. ഖത്തറിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് ഹമാസ് പ്രഖ്യാപിച്ചെങ്കിലും മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. മധ്യസ്ഥരുമായി തങ്ങൾ കൂടിക്കാഴ്ച പിന്നീട് നടത്തുമെന്നാണ് അറിയിച്ചത്. അതായത് ഖത്തറിൽ ഇതിനുശേഷം അറബ് രാജ്യങ്ങൾ ചർച്ച നടത്തുന്നുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി യഹിയ സിൻവർ വരുന്നുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതോടെയാണ് മൊസാദ് ഇപ്പോൾ അലേർട്ടായിരിക്കുന്നത്. മൊസാദ് കണക്ക് കൂട്ടുന്നത് ദോഹയിൽ യഹിയ സിൻവർ പറന്നിറങ്ങുകയാണെങ്കിൽ ആ തല എടുത്തിരിക്കണമെന്ന് തന്നെയാണ്. ഇത് കണക്ക് കൂട്ടിയാണ് മൊസാദിന്റെ ചാരന്മാർ ദോഹയിൽ വട്ടമിട്ട് പറക്കുന്നത്. എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്ന് കാണുക തന്നെ വേണം. ഇസ്മയിൽ ഹനിയെ വധിച്ചതോടുകൂടിയാണല്ലോ ഇപ്പോൾ യുദ്ധം മുറുകി ഘോര യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ യഹിയ സിൻവറിന്റെ കൂടി തലയെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഹമാസിന് തല ഉയർത്താൻ കഴിയില്ല. നേതാവിനെ നഷ്ടപ്പെട്ടാൽ പിന്നീട് ഇറാന് വലിയ രീതിയിൽ സൈനിക ബലമാകാൻ ഹമാസിന് കഴിയുകയുമില്ല. പിന്നീട് ഇറാനുള്ള ഓപ്ഷൻ ഹൂതികളെയും ഹിസ്ബുള്ളയെയും ചേർത്ത് ഇസ്രയേലിന് നേരെ ആക്രമണം നടത്താനുള്ള കരുത്താർജിക്കുക എന്നുള്ളതാണ്. ഉടൻ തന്നെ യുദ്ധമുണ്ട് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. ഈ ആഴ്ച ഉണ്ടായേക്കുമെന്ന് US ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇറാൻ മറ്റെന്തൊക്കെയോ ആണ് കണക്ക് കൂട്ടുന്നത്. മിസൈലുകൾ അടക്കമുള്ള സന്നാഹങ്ങൾ ഇറാൻ രഹസ്യ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചു എന്ന വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ലബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പും തയ്യാറായി തന്നെ നിൽക്കുകയാണ്. CIA ഡയറക്ടർ ബിൽ ബേൺസും US മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ബ്രെറ്റ് മക്ഗുർക്കും ഇപ്പോൾ ഖത്തറിൽ നടക്കുന്ന ചർച്ചയിൽ USനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. ഖത്തറിൽ ഇസ്രയേലിന്റെ സംഘങ്ങൾ ചർച്ചയ്ക്ക് പുറപ്പെടും മുൻപ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഹമാസ് നേതാവ് യഹിയ സിൻവറാണ് സമാധാന ചർച്ചകൾക്ക് പ്രധാന തടസ്സമെന്നാണ്. പുറത്തേക്ക് വരാതെ ഒരു പെരുച്ചാഴിയെ പോലെ ടണലിൽ ഒളിച്ചിരുന്നുകൊണ്ട് എല്ലാ നീക്കവും നടത്തുകയാണ് യഹിയ സിൻവർ. ആ തലയാണ് എടുക്കേണ്ടതെന്നാണ് ഇസ്രയേൽ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടുകൂടിയാണ് ഇപ്പോൾ ഖത്തറിൽ മൊസാദ് നിരീക്ഷണ കണ്ണുകൾ എത്തിച്ചിരിക്കുന്നത്. അതായത് പെരുച്ചാഴി പുറത്തിറങ്ങി ചർച്ചകൾക്ക് വരുമോ എന്നുള്ളതാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് നിർണായകം. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ വിജിലന്റായി ഇരിക്കുന്നതും. ദോഹയിൽ പലയിടത്തായി മൊസാദിന്റെ ചാരന്മാർ പതിയിരിപ്പുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ യഹിയ സിൻവർ ഖത്തറിലെത്തുമോ എന്നുള്ളതും സംശയമാണ്. കാരണം ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെടുമെന്ന് ഒരിക്കലും ഹമാസ് കണക്ക് കൂട്ടിയിരുന്നില്ല. കാരണം ഏറെ സുരക്ഷിതമെന്ന് അവർ കരുതിയ ഇറാന്റെ പരമോന്നത നേതാവിന്റെ ചിറകിനടിയിൽ നിന്നാണ് മൊസാദ് കൊത്തിയെടുത്തത്. അതുപോലെ ഒരു അവസ്ഥ, അതുപോലെ ഒരു ദാരുണ കൊലപാതകം വീണ്ടും ഉണ്ടാകുമോ എന്നുള്ളതാണ് ഹമാസ് ഭയക്കുന്നത്. അതായത് യഹിയ സിൻവറെ നഷ്ടപ്പെടുത്താൻ ഹമാസ് തയ്യാറല്ല. ആ തല കൂടി വീണുപോയാൽ പിന്നീട് ഇസ്രയേലിന് മുൻപിൽ അടിയറവ് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ യഹിയ സിൻവറെ ഖത്തറിലേക്ക് വിടുമോ എന്നുള്ളതും മറ്റൊരു ചർച്ചയാണ്. എന്നാൽ ആരും പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളല്ല യഹിയ സിൻവർ. എന്താണോ തോന്നുന്നത് അത് ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പോൾ പോകാം, പോകാതെ ഇരിക്കാം. അപ്പോൾ ഇത്തരമൊരു അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മൊസാദിനെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയായാലും യഹിയ സിൻവറെ കയ്യിൽ കിട്ടിയാൽ മതി. ഗാസയിൽ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള പോരല്ല, ഇറാനും ഇസ്രയേലും തമ്മിൽ ഉണ്ടായേക്കാവുന്ന യുദ്ധമാണ് മേഖലയെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾ ഖത്തറിൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുർക്കിയും ഈജിപ്തും ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഖത്തറിലുണ്ടെന്നാണ് വിവരങ്ങൾ. ഒരു വഴിക്ക് ഗാസയിലെ വെടിനിർത്തൽ ചർച്ച നടക്കുമ്പോൾ തന്നെ ഇതിന് ശേഷം ഖത്തറിൽ തന്നെ അറബ് രാജ്യങ്ങൾ തങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്ന ഒരു ചർച്ചയും നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ചർച്ചയിലാണ് യഹിയ സിൻവർ പങ്കെടുത്തേക്കുമെന്ന വിവരങ്ങളുള്ളത്. തുർക്കിയൊക്കെ ഇസ്രയേലിന് നേരെ വലിയ രീതിയിൽ എതിർത്ത് നിൽക്കുകയാണ്. എർദോഗാൻ പറയുന്നത് ഇസ്രയേലിനെ അടിച്ചിരുത്തണമെന്നാണ്. ഇറാന് വേണ്ടി എല്ലാ സഹായങ്ങളും തുർക്കി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു
സമ്പൂർണ്ണ യുദ്ധത്തിലേക്കാണ് ഇറാൻ കടക്കുന്നതെങ്കിൽ ആയുധ സഹായങ്ങളെല്ലാം തുർക്കിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. എന്നാൽ പൊതുമധ്യത്തിൽ വന്നു നിന്നായിരിക്കില്ല തുർക്കി സഹായം കൊടുക്കുന്നത്. കാരണം അത്തരത്തിലൊരു നീക്കം നടത്തിയാൽ ഇസ്രയേൽ തുർക്കിയെ തീർക്കും. അതുകൊണ്ട് തന്നെ ഒളിഞ്ഞിരുന്ന് ഇറാന് വേണ്ട എല്ലാ സഹായങ്ങളും തുർക്കി ചെയ്യും. ഈജിപ്തിനെ സംബന്ധിച്ച് റഫ അതിർത്തി വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതാണ്. റഫയിൽ IDF വളഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ തുരങ്കങ്ങളും മറ്റും നശിപ്പിച്ചു മുന്നേറുകയാണ് IDF. അതുകൊണ്ട് തന്നെ ഈജിപ്തും നേരിട്ട് ഇറാനെ പിന്തുണച്ച് രംഗത്ത് വരില്ല. എന്നാൽ മറ്റൊരു വഴിക്കൂടെ എല്ലാ സഹായങ്ങളും ഈജിപ്തും ചെയ്തു കൊടുക്കും. ഒരു വഴിക്കൂടെ സമാധാന ചർച്ചയ്ക്ക് ഇസ്രയേൽ ഖത്തറിലെത്തിയിട്ടുണ്ടെങ്കിലും മറ്റൊരു വഴിക്കൂടെ ഗാസയിൽ ഇപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗാസയിൽ ചൊവ്വാഴ്ച രാത്രിയിലും കഴിഞ്ഞ ദിവസവുമൊക്കെയായി ഇസ്രയേൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ 5 കുട്ടികളും മാതാപിതാക്കളും ഉൾപ്പെടെ 17 പേർ മരിച്ചിരുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനായി US-ന്റെയും മറ്റ് നേതൃത്വത്തിൽ സമാധാന ചർച്ച ആരംഭിച്ചതിനു പിന്നാലെയാണ് ഈ ആക്രമണം നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. ചൊവ്വാഴ്ച ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണമെന്നാണ് ഇസ്രയേൽ മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. ഇതിൽ കലിപൂണ്ടാണ് ഹമാസ് ഈ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്നും വ്യക്തമാക്കിയത്. ദോഹയിൽ നടക്കുന്ന ചർച്ചയിലൂടെ വെടിനിർത്തലിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഐക്യരാഷ്ട്ര സംഘടന. എന്നാൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നത് ഇറാൻ ആയതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഹമാസ് തയ്യാറായേക്കില്ല. എങ്ങനെയും ഈ യുദ്ധം മൂർച്ഛിപ്പിക്കാൻ തന്നെയാണ് ഇറാൻ നീക്കം നടത്തുക. ഇതിനിടെ ഇസ്രയേലിന് നേരെ വലിയൊരു പ്രതിസന്ധി ഉയർന്നു വന്നിട്ടുണ്ട്. ഗാസയിൽ വെടിനിർത്താനുള്ള കരാറിൽ ഉടൻ ഒപ്പുവെക്കണമെന്ന ആവശ്യം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നിൽ വെച്ച് US-ൽ നിന്നുള്ള ജൂത പുരോഹിതന്മാർ. പ്രസിഡന്റ് ജോ ബൈഡനും ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും UN സെക്യൂരിറ്റി കൗൺസിലും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കണമെന്നാണ് ജൂത പുരോഹിതരായ റബ്ബികളുടെ ആവശ്യം. ഹമാസിന്റെ തടവിലുള്ള 115 ബന്ദികളെ തിരിച്ചെത്തിക്കാതെ ആഗോളതലത്തിലുള്ള ജൂതർക്ക് ആശ്വാസം ഉണ്ടാകില്ലെന്നും ജൂത പുരോഹിതർ അറിയിച്ചിട്ടുണ്ട്. സമയം പോകുകയാണ്. ഈ ഒരു അവസരം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഉപയോഗിക്കണമെന്നും ജൂത പുരോഹിത സംഘം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഗാസയിൽ ബന്ദികൾ തുടരുന്ന ഓരോ ദിവസവും പ്രതീക്ഷകൾ കുറയുകയാണ്. നഷ്ടപ്പെട്ട പ്രതീക്ഷകളെ പുനഃസ്ഥാപിക്കണമെങ്കിൽ ബന്ദികളെ അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചെത്തിക്കണമെന്നും ജൂത പുരോഹിതർ ആവശ്യപ്പെട്ടു. ഇതിനിടെ അമേരിക്കയുടെ ഒരു നിലപാട് ലോകരാജ്യങ്ങളെല്ലാം എതിർക്കുകയാണ്. ഖത്തറിൽ സമാധാന ചർച്ചയ്ക്കും വെടിനിർത്തൽ കരാറിനുമൊക്കെ അമേരിക്ക പ്രതിനിധികളെ ഖത്തറിലോട്ട് അയച്ചിട്ടുണ്ട്. എന്നാൽ ഒരു വഴിക്കൂടെ ഇസ്രയേലിന് യുദ്ധം ചെയ്യാൻ വേണ്ടി ആയുധങ്ങൾ കൈമാറുകയാണ് US. കഴിഞ്ഞ ദിവസവും വലിയ ആയുധ ശേഖരമാണ് ഇസ്രയേലിന് അമേരിക്ക കൈമാറിയത്. 50 F-15 യുദ്ധവിമാനമടക്കം $2000 കോടി ആയുധങ്ങളാണ് ഇസ്രയേലിന് കൈമാറിയത്. യുദ്ധവിമാനങ്ങൾക്ക് പുറമെ മീഡിയം റേഞ്ച് അംബ്ര മിസൈലുകൾ, 120 മില്ലിമീറ്റർ ടാങ്ക് വെടിമരുന്നുകൾ, ഉഗ്രസ്ഫോടക ശേഷിയുള്ള മോർട്ടാറുകൾ, കവചിത വാഹനങ്ങൾ തുടങ്ങിയവയാണ് നൽകിയത്. US-ന്റെ ഈ നടപടി എന്താണ് എന്നാണ് ലോകരാജ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇസ്രയേലിന് തിരിച്ചടി നൽകരുതും എന്നുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ അഭ്യർത്ഥന ഇറാൻ പാടെ തള്ളിയിരിക്കുകയാണ്. മേഖലയിൽ സ്ഥിതി വഷളാകാതിരിക്കാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ഇറാൻ ഒഴിവാക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ എന്നിവരാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത്. ഹമാസ് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാൻ രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹമാസ് മേധാവിയെ ടെഹ്റാനിൽ വധിച്ച സംഭവത്തിൽ തിരിച്ചടി നൽകാൻ ഇറാൻ അവകാശമുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ ഇതിന് മറുപടി കൊടുത്തിരിക്കുന്നത്. ഗാസയിൽ ഇസ്രയേൽ അതിക്രമങ്ങളോട് പാശ്ചാത്യ ലോകം പുലർത്തുന്ന മൗനം നിരുത്തരവാദിത്തപരമാണെന്നും പെസഷ്ക്യാൻ പറഞ്ഞു.